ഒരു ഉമ്മയുടെ കാത്തിരിപ്പിന് എത്രത്തോളം ആഴമുണ്ട്. 20 വർഷങ്ങൾ അഥവാ 2 പതിറ്റാണ്ടുകൾ ഒരു രാത്രി പോലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതെ തന്റെ മകൻ ജീവനോടെ തിരികെ വരുന്നത് കാണാൻ മാത്രം ജീവൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മ, കോഴിക്കോട് കോടാമ്പുഴയിലെ പാത്തുമ്മ എന്ന ഈ ഉമ്മയുടെ കണ്ണീരിന് ഇന്ന് പ്രതീക്ഷയുടെ തിളക്കമുണ്ട്. തന്റെ മകൻ അബ്ദുൾ റഹീം ജയിൽ മോചിതനായി വരുന്ന ആ പുണ്യ നിമിഷത്തിനായി അവർ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ കാത്തിരിപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ വീണ്ടും ചില പ്രതിസന്ധികൾ വില്ലനാകുകയാണ്. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം എന്തുകൊണ്ടാണ് വൈകുന്നത്? ലക്ഷക്കണക്കിന് മലയാളികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. നിയമപരമായ എല്ലാ കടമ്പകളും റഹീം കടന്നു കഴിഞ്ഞു. വധശിക്ഷ റദ്ദാക്കി ഒടുവിൽ റഹീമിന്റെ കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയും പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള അവസാന സാങ്കേതിക അനുമതിയായ ശിക്ഷ പൂർത്തിയാക്കൽ സാക്ഷ്യപത്രം ജയിൽ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കാൻ വൈകുന്നതാണ് ഇപ്പോഴത്തെ തടസ്സം. പെരുന്നാൾ അവധി ദിനങ്ങൾക്ക് തൊട്ടു മുമ്പാണ് ശിക്ഷാ കാലാവധി അവസാനിച്ചത് എന്നതുകൊണ്ട് തന്നെ ഭരണപരമായ ചില ഔദ്യോഗിക കാലതാമസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ അനുമതി പത്രം റിയാദ് ഗവർണറേറ്റിലേക്ക് അയക്കുകയും അവിടെ മറ്റ് സിവിൽ ബാധ്യതകളോ പരാതികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതിന് ശേഷമേ റഹീമിന് നാട്ടിലേക്കുള്ള എക്സിറ്റ് വിസയും ബയോമെട്രിക് നടപടികളും പൂർത്തിയാക്കാൻ സാധിക്കൂ. നമുക്കൊന്ന് പിന്നോട്ട് സഞ്ചരിക്കാം. 2006 നവംബറിലാണ് തന്റെ 26-ാം വയസ്സിൽ ഒരു സാധാരണക്കാരനായ പ്രവാസിയായി റഹീം സൗദി അറേബ്യയിൽ എത്തുന്നത്. ഒരു സൗദി ബാലന്റെ കെയർടേക്കറായിരുന്നു അവൻ. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. വിമാനത്താവളത്തിലെത്തി 28-ാം ദിവസം കാറിനുള്ളിൽ വെച്ചുണ്ടായ ഒരു അപ്രതീക്ഷിത സംഭവത്തിൽ ആ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം അബദ്ധത്തിൽ കൈതട്ടി മാറി. കുട്ടി മരണപ്പെടുകയും ചെയ്തു. അറിയാതെ സംഭവിച്ചു പോയ ഒരു അബദ്ധം റഹീമിന്റെ ജീവിതം ഇരുട്ടിലാക്കി. കൊലക്കുറ്റം ചുമത്തപ്പെട്ട് റഹീം സൗദി ജയിലിലായി. ഒടുവിൽ സൗദി കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. അതോടെ നാട്ടിൽ ഉമ്മയുടെയും കുടുംബത്തിന്റെയും കണ്ണീരൊഴുക്കി തുടങ്ങി. എന്റെ മകൻ ഇനി വരില്ലേ എന്ന ചോദ്യവുമായി ആ ഉമ്മ പ്രാർത്ഥനയോടെ പടച്ചോന്റെ മുന്നിൽ കൈകൾ ഉയർത്തി. എന്നാൽ മലയാളി തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത കാരുണ്യത്തിന്റെ മഹാപ്രളയമാണ് പിന്നീട് കേരളം കണ്ടത്. റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ സൗദി കുടുംബം ആവശ്യപ്പെട്ടത് 34 കോടി രൂപയായിരുന്നു. സാധാരണക്കാരായ നമ്മൾ എവിടുന്ന് ഉണ്ടാക്കും ഇത്രയും തുക? പക്ഷേ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ ഒന്നിച്ച് ഒടുവിൽ ലോക മലയാളികൾ സമാഹരിച്ചത് 47 കോടി രൂപയാണ്. അതിൽ 34 കോടി രൂപ ദിയാധനമായി സൗദി കുടുംബത്തിന് നൽകി. ബാക്കി തുക റഹീം നാട്ടിലെത്തിയ ശേഷം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. പണം നൽകിയതോടെ 2024 ജൂലൈയിൽ വധശിക്ഷ റദ്ദാക്കപ്പെടുകയും ഒക്ടോബറിൽ റഹീമിന്റെ മോചന ഹർജി കോടതി പരിഗണിക്കുകയും ചെയ്തു. 34 കോടി രൂപയേക്കാൾ വലിയ വിലയുണ്ടായിരുന്നു ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക്. പണമൊക്കെ റെഡിയായി, വധശിക്ഷയും ഒഴിഞ്ഞു. പക്ഷേ മകൻ എന്ന് വീട്ടിൽ കയറി വരും? ഓരോ ദിവസവും ഫോൺ റിങ് ചെയ്യുമ്പോൾ ആ ഉമ്മ ഓടിച്ചെല്ലും. തന്റെ റഹീം വിളിക്കുകയാണോ എന്ന് അറിയാൻ. എന്റെ മകൻ വരും, അവനെ കാണാതെ പഠിച്ചവൻ എന്നെ വിളിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ആ ഉമ്മ. ജയിലിലെ ശിക്ഷാ കാലാവധി പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ മോചനം നീണ്ടുപോകുമ്പോൾ ആ ഉമ്മയുടെ നെഞ്ച് വീണ്ടും പിടയുകയാണ്. 2 പതിറ്റാണ്ട് കാത്തിരുന്നവർക്ക് ഈ ഏതാനും ദിവസങ്ങൾ യുഗം പോലെയാണ് അനുഭവപ്പെടുന്നത്. റഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നിയമപരമായ എല്ലാ കടമ്പകളും അവസാന ഘട്ടത്തിലാണ്. സൗദിയിലെ റഹീം ലീഗൽ കമ്മിറ്റിയും ഇന്ത്യൻ എംബസിയും ഒപ്പമുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ശുഭവാർത്ത എത്തും. നിയമ നടപടികൾ പൂർത്തിയാക്കി അബ്ദുൾ റഹീം കോഴിക്കോട്ടെ തന്റെ വീട്ടിലേക്ക്, ആ ഉമ്മയുടെ അരികിലേക്ക് നടന്നു കയറുന്ന ആ കാഴ്ച കാണാൻ ലോക മലയാളി ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് വെറുതെയാകില്ല. റഹീമിന്റെ മോചനം എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.